ഹലോ വെൽക്കം ടു അവർ ചാനൽ PJ Zone. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൂനൊരു കുട്ടി സർപ്രൈസ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം അപ്പൂൻ്റെ ബർത്ത്ഡേ തൊട്ടേ അപ്പു പറയുന്നുണ്ട് അപ്പൂന് ലുലു പോകണമെന്നൊക്കെ. അപ്പം ഒരു വീക്കെൻഡ് ആയപ്പോൾ അപ്പൂന് പനിയായി, അടുത്ത വീക്കെൻഡ് ആയപ്പോൾ അപ്പൂനൊരു കുഞ്ഞു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡ് നമ്മൾ പോവുകയാണ്. അപ്പം അവിടെ ലുലു പോകുമ്പോൾ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. അപ്പൂന് അറിയില്ല എന്താണെന്ന് നമുക്ക് നോക്കാം, അപ്പോൾ എക്സൈറ്റഡ് ആവുമോ എന്നൊക്കെ. പിന്നെ അതിനു മുന്നേ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാണാം. അപ്പം നേരെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പറഞ്ഞില്ലല്ലോ, മൈസൂർ രാമൻ ഇഡലിയിൽ തന്നെ കേട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് ഒരു തവണ പോയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് അപ്പൂസ് ഇല്ലായിരുന്നു, അപ്പം നമ്മൾ അപ്പൂസിനെയും കൂടെ ട്രൈ ചെയ്യിപ്പിക്കാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പം നമ്മൾ കാക്കനാട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ മൈസൂർ രാമൻ ഇഡലി ഷോപ്പിലാട്ടോ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ട്രൈ ചെയ്തത് പാലാരിവട്ടത്തുള്ള ഷോപ്പിലായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ അന്ന് അപ്പൂസ് ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അപ്പൂസിന് നല്ല കൊതിയായിരുന്നു ബട്ടർ പൊടി ഇഡലിയൊക്കെ കഴിക്കണമെന്ന്. അപ്പം നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാം അല്ലേ അപ്പൂസേ? എക്സൈറ്റഡ് ആണോ? അപ്പം നമുക്ക് എത്താറായി, ഇനി ഒരു 3 മിനിറ്റ്. അപ്പം നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാർക്കിങ്ങിനായാലും ഡൈനിങ് സ്പേസ് ആയാലും പാലാരിവട്ടത്തെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ്. അതുപോലെ ഇവിടെയും പ്രീപെയ്ഡ് കൗണ്ടർ ആണ് ഉള്ളത്. പേഴ്സണലി എനിക്ക് പ്രീപെയ്ഡ് കൗണ്ടർ ഇഷ്ടമല്ല, കാരണം വിശപ്പ് മാറിയില്ലെങ്കിൽ രണ്ടാമത് പോയി ഓർഡർ ആക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓർഡർ ആക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇവിടുത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ പൊടി ഇഡലി കോംബോ കൂടാതെ ബട്ടർ റോസ്റ്റ്, അപ്പുന്റെ എന്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രെഡ് ബട്ടർ ജാമും ചീസ് ചില്ലി ടൊമാറ്റോ സാൻഡ്വിച്ചുമാണ് കഴിക്കാൻ പറഞ്ഞത്. പിന്നെ കുടിക്കാനായി ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു ഐറിഷ് കോഫിയും പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെ തന്നെ ബട്ടർ പൊടി ഇഡലി അപ്പൂന് നല്ല ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി കുറച്ചുകൂടി വേവാനുണ്ടായത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് പുറകെ കഴിച്ച ബട്ടർ റോസ്റ്റ് ആണ് അപ്പൂന് ഇതിലും ഇഷ്ടമായത്. അപ്പൊ നമ്മൾ മൈസൂർ രാമൻ ഇഡലിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പൂസിന് പൊടി ഇഡലിയെ കാട്ടി ഏതാ ഇഷ്ടപ്പെട്ട? ബട്ടർ ദോശ അല്ലെ? ബട്ടർ ദോശയെ ഇഷ്ടപ്പെട്ടെ. പിന്നെ ഐറിഷ് കോഫി ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രെഡ് ബട്ടർ ജാം ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ അപ്പൂസിന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അവിടെ ഒന്നും കൂടെ പാലാരിവട്ടത്തെക്കാട്ടി സ്പേസ് ഉണ്ട് കേട്ടോ കാക്കനാട് ഷോപ്പിൽ. അപ്പം നമ്മൾ ഇനി നേരെ ലുലുവിലോട്ട് പോവാ. പാട്ടൊന്ന് മ്യൂട്ട് ചെയ്യാം. എന്താ അപ്പൂസെ സന്തോഷം? അപ്പൊ ഫണ്ടൂരെ പോകുമ്പോ ഫണ്ണാണോ? നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പൂസ്, ഫണ്ടൂരയില് ഫണ്ണാണ്, പിന്നെ എന്തോ വേണോന്ന്. ആണോ? ദൈവമേ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ലുലു മാളിൽ കയറി. ആദ്യമേ തന്നെ പെറ്റ് കെയർ ഷോപ്പിലാണ് കയറിയത്. ചേട്ടയ്ക്ക് അധികം താല്പര്യമില്ലായിരുന്നു, എനിക്കും അപ്പൂസിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതാണ് ആ ചിരിയുടെ കാര്യം. പിന്നെ അവിടുന്ന് നേരെ PVR പോയത്. ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൂസിന് വല്ല ഗസ്സും ഉണ്ടോ എന്താ എവിടെയാണെന്ന് പോകുന്നത്? ഗ്രൂവിന്റെ 4th പാർട്ടാ കാണണ്ടേന്നാ പറയുന്നത്. ഓൾറെഡി അത് നമ്മൾ കണ്ടേടാ. അപ്പൂന് കിടന്നൊക്കെ കാണണം, പിന്നെ സ്പെക്സ് ഒക്കെ വെച്ച് കാണണം. ഇതൊക്കെ ആഗ്രഹങ്ങൾ ആണല്ലേ. അപ്പൂന് സിനിമ തിയേറ്റർ ആണോ എന്നൊരു ഡൗട്ട്. നമുക്ക് സിനിമ കാണാൻ പോണോ? വേണ്ട. എന്നാ ഏതാന്ന് പറഞ്ഞാലോ? ഓക്കെ, കിടന്ന് കാണാം. ഏത് സിനിമയാ അപ്പാ? ഏത് സിനിമയാന്ന് നോക്കാം. അവിടെ പോസ്റ്റർ ഉണ്ടോ? ഏതാന്ന് പറയട്ടെ എന്നാ. മോന എന്തോ കാണണ്ടെന്ന് അങ്ങോട്ട് ആരോ പറഞ്ഞു. അത് ലവ് ബേബിയാന്ന് പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷ്മയുടെ മോളാണ് ഈ ലവ് ബേബി. ഫണ്ടൂരെ പോകാൻ ലേറ്റ് ആയാലോ എന്ന് കരുതിയാണ് അപ്പോ ഫസ്റ്റ് സിനിമയ്ക്ക് പോണ്ട എന്ന് പറഞ്ഞത്. മോനെ കാണണോ? ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ PVR കയറി. ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടുത്തെ PVR സിനിമ കാണാൻ വരുന്നത്. ഇതുപോലെ 3D സിനിമയാണ് 2 പ്രാവശ്യവും കണ്ടത്. പക്ഷെ ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളുടെ മുഖത്തിന് പാകമായ 3D ഗ്ലാസ് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. സാധാരണ തിയേറ്ററിനേക്കാൾ കൂടുതൽ പൈസ മുടക്കിയാണല്ലോ PVR നമ്മൾ കാണാൻ വരുന്നത്. എന്നിട്ടും ഇങ്ങനെ ഒരു അസൗകര്യം വരുന്നത് കഷ്ടമാണ്. ഇനി അത് പോട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നല്ല ആസ്വദിച്ചായിരിക്കുക കാണുന്നത്. നമുക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ
അങ്ങനെ സിനിമയും കണ്ട് ഞങ്ങൾ ഇറങ്ങി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ലാസ്റ്റ് പറയാട്ടോ. ഇരുന്നൊന്ന് പറയാൻ വേണ്ടിയുള്ള ഗ്യാപ്പ് ശരിക്കും കിട്ടിയിട്ടില്ല. നേരെ ഫണ്ടൂരിലേക്കാണ് പോയത്. അപ്പു കുഞ്ഞായതുകൊണ്ട് ഈ റൈഡിൽ ഞാനും കൂടി കയറി. റോഡിൽ ചേട്ടയാണല്ലോ വണ്ടി ഓടിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അപ്പന്റെ ഡ്രൈവിംഗ് ആണ് അപ്പുവിന് ഇഷ്ടമെന്ന് വേദനയോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. വിജയകരമായി വണ്ടി ഓടിച്ച ഞങ്ങൾക്ക് ചേട്ടൻ ഐസ്ക്രീം വാങ്ങി തന്നു. ഇതിൽ 2 ഫ്ലേവർ ആട്ടോ, വനിലയുണ്ട് ചോക്ലേറ്റും ഉണ്ട്. അപ്പൂനെയും പിടിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഈ ഐസ്ക്രീം ശ്രദ്ധിച്ചിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ച് തന്നെ ഞാനും ഇരുന്ന്. അതുണ്ടല്ലോ, അപ്പൂന് റൈഡിലും കയറണം ഐസ്ക്രീമും കഴിക്കണം, രണ്ടും കൂടി നടക്കുവോ? അങ്ങനെ അപ്പു റൈഡിൽ കയറി, ഞാൻ ആ സമയം ഐസ്ക്രീം കഴിച്ചു. അതത്ര വലിയ തെറ്റാ? കളിക്കുന്നതിനിടയിൽ ഐസ്ക്രീം കഴിക്കാൻ ഒക്കാത്തതിന്റെ സങ്കടം മാത്രമല്ല, ഞാൻ കഴിക്കുന്നതിന്റെ ആ ഒരു കുഞ്ഞു കുശുമ്പും കൂടിയാണ് ഈ മുഖത്ത് കാണുന്നത്. അടുത്ത ഗെയിം നല്ലതായിരുന്നു കേട്ടോ. ഒരു കുട്ടിയായിട്ട് മിണ്ടിയും പറഞ്ഞു ഒക്കെ ആ ഗെയിമും അപ്പു എൻജോയ് ചെയ്തു. ഒരു ഫയർ സ്റ്റേഷൻ റിലേറ്റഡ് പോലെ, തീ വരും വെള്ളം വെച്ച് അണയ്ക്കുന്ന പോലെ നല്ല ഗെയിമായിരുന്നു അത്. അടുത്ത ഈ ഹോഴ്സിന്റെ റൈഡ് ഉണ്ടല്ലോ, കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് പടം ഉണ്ടല്ലോ, മേരി പോപ്പിൻസ്, ആ പടത്തിന്റെ ഓർമ്മ വരും. ഇതിനിടയ്ക്ക് ചില ഗെയിംസിൽ ഞാനായിരുന്നു അപ്പുവിന്റെ പാർട്ട്ണർ. എനിക്കും ഇഷ്ടം ഇതേപോലെ അപ്പുവിന്റെ കൂടെ ഇരുന്ന് കളിക്കാൻ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് ചെന്നു. ഫുഡ് ഓർഡർ ചെയ്തു. നാഗാസിലെ ഹൈദരാബാദി ബിരിയാണിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ്. കൂടാതെ നാച്ചോസും ചിക്കൻ പോപ്പും കൂടി ഓർഡർ ചെയ്തിരുന്നു. ഇവിടുത്തെ ഹൈദരാബാദി ബിരിയാണി നല്ല ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. ഫുഡ് അടി കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഓഫ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ചു നേരം നീണ്ടു നിന്നു. ഇതൊരു പഞ്ച് പിടിക്കുന്ന പോലത്തെ ഒരു ഗെയിം ആയിരുന്നേ. ഞാൻ മാത്രം പിടിച്ചാലും കിട്ടുമായിരുന്നു. ഞാൻ ചേട്ടൻ അടുത്ത് വന്ന് ചേട്ടയെ കൂടെ പിടിയുന്നു. ഇതൊക്കെ ഒരു രസമാണല്ലോ. അത് കഴിഞ്ഞ് മെഗ്ഡിയിൽ കയറി ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ചു. ഇനി നമുക്ക് രാവിലത്തെ സിനിമാ വിശേഷം പറയാം അല്ലേ? ഫിലിമൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. വിഷ്വലി നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പക്ഷേ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും പോരാ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനി കുറച്ച് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് ഇറങ്ങും. ഇനി അപ്പൂസ് വേറെ എന്തെങ്കിലും പറയുമോയെന്ന് എനിക്കിനി അറിയത്തില്ല. എന്തായാലും ഐസ് റോളാട്ടോ പറയുന്നത്. അതിനി കാണുവാണെങ്കിൽ നോക്കാം. അല്ലാതെ ഞങ്ങൾ നല്ല ടയേർഡായി 3 പേരും. ആർക്കും കാലും അനക്കാൻ വയ്യ, മുട്ടും അനക്കാൻ വയ്യ, അതാ അവസ്ഥ. പക്ഷേ പിന്നെ ഇനിയുണ്ടല്ലോ, നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞ് അതിഥി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം അയാൾക്കൊരു കുഞ്ഞ് ആണല്ലോ ഏട്ടെ. ഇത് 3 ഉള്ളൂ. അപ്പം ആ കുഞ്ഞതിഥിക്ക് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാറുണ്ട്. അതും കൂടെ വാങ്ങണം അല്ലേ അപ്പൂസേ? അയ്യോ അപ്പൂസ് സർപ്രൈസ് പൊട്ടിക്കുന്നേ, പറയല്ലേ. അപ്പം അതും കൂടി വാങ്ങാം. ലുലുന്ന് ഇറങ്ങി കാറിലൊക്കെ കയറി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയി കേട്ടോ. അപ്പൂസ് ഫ്ലാറ്റ് കിടന്നു ഉറങ്ങി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു അതിഥി ഉണ്ടെന്ന്. അയാൾക്കുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ലുലുന്ന് തന്നെ. ഇനി നേരെ വീട്ടിലേക്ക്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല ടയേർഡാണ്, നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രീനി.